దని పదమ పమద దదని రి నిరి నిదమ పదని నిస నిద పద నిద సని రి సగ సరి గ రి రి సారి స ని సని ని దాని ద పద బ గ సరి గ మ పద ని స గ సరి గ మ పద ని స గ సరి గ మ పద ని స చక్కని రాజ మార్గముయుండగ చక్కని రాజ మార్గముయుండగ చక్కని రాజ మార్గముయుండగ നീ ആരാണ് കുഞ്ഞെ? ഗുരു ചോദിച്ചത് കേട്ടില്ലെന്നുണ്ടോ? പപ്പം ബാവ പപ്പം ബാവ രാവിലെ നമ്മുടെ കുളക്കടവിൽ നിന്ന് പാട്ടുപാടി കുട്ടിയതാണ്. അതാ ശ്രീദേവി കുഞ്ഞ, വലിയ ഭാഗങ്ങളുടെ മോള. എല്ലാ ദിവസവും രാവിലെ ഇത് പതിവാ. തൊണ്ട നന്നാകാൻ വെള്ളത്തിനടി ചെയ്ത എന്തോ ഒരു വേലയാ. ശ്രീദേവിയോ? കുഞ്ഞിനറിയില്ല. അവരിവിടെ പുതിയ താമസക്കാരാ. വന്നിട്ട് ഒരു 5-8 വർഷമായി കാണും. దని స దని స దని స దని పదమ పమద దదని రి నిరి నిదమ పదని నిస నిద పద నిద సని రి సగ సరి గ రి సారి స ని సని ని దాని ద పద బ గ సరి గ మ పద ని స గ సరి గ మ పద ని స గ సరి గ మ పద ని స ശ്രീദേവി എന്നല്ലേ പേര്?
പാടുമല്ലേ? എനിക്കിഷ്ടപ്പെട്ടു. സായിപ്പേ, എന്തോന്നാ വായ വിളിച്ചു നിൽക്കുന്ന? ഇതേ പെണ്ണുങ്ങൾ വിളിക്കുന്ന ഇറങ്ങാ. നീങ്ങി വന്നേ. എന്താ വിളിച്ചു? നിന്റെ പേരെന്താ? പേരിക്ക. മിടുക്കൻ. എന്തോന്ന് വിളിക്കൻ? അതിരിക്കട്ടെ, നിനക്ക് പേരൊക്കെ വേണോ? കയ്യിലുണ്ടോ? ഇപ്പൊ ഇല്ല, അതാണ് എന്റെ വീട്. അവിടെ വന്നാ തരാം. ഞാനങ്ങനെ ആരുടെയും വീട്ടിൽ പോയി പേരയ്ക്കാ തിന്നാറില്ല. ചേടാ, നീ കൊള്ളാമല്ലോ. എത്ര പറഞ്ഞാലും തലയിലോട്ട് കേറില്ലെന്നുണ്ടോ ദാമു? കേറി ഗുരു. എന്തോന്ന് കേറി? ശരി, നോക്കട്ടെ. രാമനു ബ്രോവരാ, രാമനു ബ്രോവരാ. ശിവ ശിവ. രാമനു ബ്രോവരാ, രാമനു ബ്രോവരാ. 10-12 വർഷമായില്ലേ ദാമു? ഇനിയും മനസ്സിലായിട്ടില്ലേ നിനക്ക് പാടാൻ പറ്റില്ല എന്ന്? നീ ഒന്നാന്തരമായിട്ട് വയലിൻ വായിക്കും. അത് തന്നെ വലിയൊരു ഈശ്വരാനുഗ്രഹമല്ലേ? ഇല്ല ഗുരു, എനിക്ക് പാടണം. ദേവിയെ പോലെ പാടണം. പാറപ്പുറത്ത് ചിരട്ട വരച്ചാൽ സംഗീതമാകുമോ ദാമു? നീ പോയി വയലിൽ സാധകം ചെയ്യും. എന്നാൽ ഖണ്ഡശുദ്ധിക്കൊരു ഒറ്റമൂലിയുണ്ട്. ആറ്റിലും തോട്ടിലും കാണുന്ന ഉരുളങ്കല്ല് നന്നായി ചൂടാക്കി തൊണ്ടയിൽ കൊണ്ടാ മതി. ചെല്ലേ. എന്താ തോമേട്ട? എന്താ പറയില്ലേ? അല്ല ദേവി, ഞാൻ ആലോചിക്കായിരുന്നു, എനിക്കിപ്പോ ഒരു സ്വരം പോലും ശുദ്ധമായി പാടാൻ കഴിയുന്നില്ലല്ലോ എന്ന്. അതിന് തോമേട്ടൻ എങ്ങനെ സങ്കടപ്പെടുന്നു? എല്ലാവർക്കും എല്ലാം ഒത്തു കിട്ടുമോ? ശരിയാ, കുയിലിന്റെ നാദവും കിളിയുടെ ചന്തവും ദേവിക്ക് എങ്ങനെ ഒത്തുകിട്ടിയേ? പാടാൻ കഴിയുന്നില്ലെങ്കിലും ദാമോട്ടൻ സംഗീതത്തിൽ ജ്ഞാനസ്ഥരല്ലേ? ഇനിയും ശ്രമിച്ചാൽ മതി. എന്താ ദാമു ഇത്? ഗുരു പറഞ്ഞില്ലേ ഉരുളങ്കല്ല് ചൂടാക്കി തൊണ്ടയിലിടാൻ. എന്റെ ശബ്ദം നന്നാകാൻ ഞാൻ നോക്കിയിട്ട് ഇനി ഇതേ ഒരു മാർഗമുള്ളൂ. ശിവ ശിവ, എന്റെ ദാമു, നീ എന്തായി കാണിക്കുന്നത്? തൊണ്ട പൊള്ളൂലേ? പൊള്ളിയാലും സാരമില്ല, തൊണ്ട നന്നാകി തീക്കട്ടയാണെങ്കിലും ഞാൻ വിഴുങ്ങും. എടാ, ഞാനത് ചുമ്മാ പറഞ്ഞതല്ലേ. നീ എന്ത് ചെയ്താലും നിന്റെ ശബ്ദം ഇങ്ങനെയിരിക്കും. ആ,
ജാത്യാലുള്ളത് തൂത്താൽ മാറുമോ എന്റെ ദാമു?